നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിയാണ്. നമുക്ക് ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഒരു കലോത്സവം നടക്കുമ്പോൾ പ്രോഗ്രാം കമ്മിറ്റി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കമ്മിറ്റിയാണ്. കലോത്സവത്തിന്റെ നെടുന്തൂൺ എന്ന് വരെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. പ്രോഗ്രാം കൺവീനർ രജൻ സർ അല്ലെ, എങ്ങനെ പോകുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം? പ്രോഗ്രാം കമ്മിറ്റിയുടെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ കൃത്യം 9 മണിക്ക് തന്നെ എല്ലാ സ്റ്റേജുകളും സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുക്കിയിരുന്നു. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നിലമ്പൂർ സബ് ജില്ലയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വേദി 1 ഒരു സ്റ്റേജ് ഇന്ന് അവിടെ ചെയ്തു. BRCന്റെ കീഴിലും AEOSRന്റെ കീഴിൽ. അത് ആദ്യമായിട്ടാണ് തോന്നുന്നത് കലാമേളയിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. അതൊരു പുതിയ അനുഭവമായി. പിന്നെ എല്ലാ സ്റ്റേജുകളിലും കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ലാഗൊന്നും ഇല്ലാതെ നമ്മളെല്ലാ സ്റ്റേജിലും കൃത്യമായിട്ട് കാര്യങ്ങൾ. കാലാവസ്ഥ വളരെ അനുകൂലമാണല്ലേ? കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് ഒരു ഇങ്ങനെ പേടിയുണ്ടായിരുന്നു മനസ്സിൽ, മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും. പക്ഷെ എന്തോ ഇതിലൊരു അനുഗ്രഹം ഉള്ളത് പോലെ തോന്നുന്നില്ല. ഒന്നും ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റിസൾട്ടിന്റെ ഒരു അപ്ലോഡിംഗ് ഒക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഒരുവിധം എല്ലാ ഐറ്റംസിന്റെയും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ റിസൾട്ട് എൻ്റർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. ഇന്ന് രാവിലെ 7 മണിക്ക് എത്തി. അതിന്റെ 2ാം ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നന്നായിട്ട് നടക്കുന്നതോ. എങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പ്രോഗ്രാം കമ്മിറ്റി പിഴക്കരുത്, പ്രോഗ്രാം കമ്മിറ്റി ഉഷാറാവണം. അപ്പോഴല്ലേ നമ്മളെ കലോത്സവത്തിന്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ ഈ പ്രോഗ്രാം കമ്മിറ്റി ചാർജ് ചെയ്യുന്ന ആ ഒരു ചട്ടപ്രകാരമാണ്. എങ്ങനെയാണ് ടെൻഷനും കാര്യങ്ങളും? ഒരു ടെൻഷനും ഇല്ല. നമ്മളെ നിലമ്പൂരിലെ ടീം KPST ആണ് ഇപ്രാവശ്യം പ്രോഗ്രാം ചെയ്യണത്. യാതൊരുവിധ ടെൻഷനും ഇല്ല. ഇവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഈ കാര്യത്തിൽ കുറെ കാലത്തെ പരിചയസമ്പന്നരാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ മേക്കപ്പ് ചെയ്യാനും ടീം KPSTക്ക് കഴിയും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. വളരെ കോൺഫിഡൻസോട് കൂടിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇനി നമുക്ക് പ്രോഗ്രാം സന്തോഷ് സാറിന്റെ റോൾ എന്താണ് ഇതില്? നമ്മൾ പ്രോഗ്രാമിന്റെ വൈസ് ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മളെല്ലാവരും കോർഡിനേറ്റ് ചെയ്യും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാ മേളകളിലെ എല്ലാ കമ്മിറ്റികളെയും കോർഡിനേറ്റ് ചെയ്യും. പ്രോഗ്രാമിന് വേണ്ടിയാണ് എല്ലാ കമ്മിറ്റികളും. ഭക്ഷണം അതെ, ബാക്കി എല്ലാ കാര്യങ്ങളും പ്രോഗ്രാമിന് വേണ്ടിയാണ്. അപ്പോൾ പ്രോഗ്രാം ഭംഗിയായി ചെയ്യുന്നതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ മുന്നൊരുക്കത്തിന്റെ റിസൾട്ടാണ് സ്റ്റേജുകളിൽ വരുന്നത്. ഇതിപ്പോ എത്ര ദിവസം മുന്നേ ചാർട്ട് ചെയ്യാൻ തുടങ്ങിയത്? ഇത് നമ്മുടെ സ്വാഗത സംഘം രൂപീകരിച്ചു അന്ന് മുതൽ നമ്മൾ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ ജഡ്ജസിനെ ക്രമീകരിക്കുക, ജഡ്ജസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമേ സ്റ്റേജ് ക്രമീകരിക്കാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ പരോക്ഷമായിട്ട് ഇതിന്റെ വർക്കുകളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ദിവസങ്ങളോളം. ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഇന്നലെ നടന്ന പ്രോഗ്രാമുകളുടെ മുഴുവൻ സർട്ടിഫിക്കറ്റ് അടക്കം പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ ഞങ്ങളുടെ ഫ്ലൈറ്റ് പെൻഡിങ് ഇല്ലാതെ പോകും. അതൊരു ടീം വർക്കാണ്. അത് ഞങ്ങൾ മാത്രം വിചാരിച്ച് നടക്കില്ല. ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളും അത് നമ്മളോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് പ്രോഗ്രാം വിജയിപ്പിക്കാൻ കഴിയുന്നത്. അതിനുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ടീം KPST ഇവിടെയാണ്. ആ ടീമാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത്. ടീമിന്റെ ഒരു സഹകരണമാണ്, മനസ്സുകൊണ്ടുള്ള സഹകരണമാണ് വേണ്ടത്. അത് എല്ലാ ഭാഗത്തുമുണ്ട്. അതാണ് പ്രോഗ്രാമിന്റെ വിജയത്തിന്. തുടർ ദിവസങ്ങളിലും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഇന്നൊക്കെ നല്ല ടൈറ്റ് കുട്ടികളുടെ നമ്പർ ഓഫ് പാർട്ടിസിപ്പേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ പ്രധാനമായിട്ടും ഡാൻസ് ഐറ്റംസ് ആണ്, ഒരുപാട് പാർട്ടിസിപ്പേഷൻസ്. അതുപോലെ ഗോത്രകലകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതൊക്കെ വർദ്ധിക്കുന്നതനുസരിച്ചുള്ള സാമ്പത്തികമായ ചെലവുകൾ കൂടുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. അത് ഭംഗിയായിട്ട് നിർവഹിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമുക്ക് ശശിധരൻ മാഷിനോട് ചോദിക്കാം, എങ്ങനെ പോകുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം? പ്രോഗ്രാം കമ്മിറ്റി വളരെ കൃത്യതയോടുകൂടി ഒരു സമയവും നഷ്ടപ്പെടുത്താതെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കലാമേളയ്ക്ക് 7 മണിക്ക് വേദികളിൽ ടോസ് കൊടുക്കുന്നത്, കുട്ടികൾക്ക് അവതരണ നമ്പർ കൊടുക്കുന്നത്. 7 മണിക്ക് കൊടുത്ത് 8:30 ജഡ്ജസ് റെഡിയായി വേദിയിലെത്തി. എല്ലാ വേദികളും തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വൈകുന്നേരം അതിൻ്റെ ഒരു ഇത് കിട്ടും. നമുക്ക് ഓവർനൈറ്റിലായി ഇത് ചെയ്യേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ നിശ്ചയിക്കുന്ന ഇപ്പോൾ ഉള്ള ഈ ഷെഡ്യൂൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരു സമയക്രമം പാലിക്കാൻ കഴിയുമെന്നുള്ളതാണ് തോന്നുന്നത്. മറ്റ് അസൗകര്യങ്ങളൊന്നും ആരിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ഒരു മാസത്തോളമായിട്ട് ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അത് ഈ നിൽക്കുന്ന പ്രധാന മുൻനിര ഉള്ള ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രയത്നം തന്നെയാണത്. ഇത് കൂടാതെ വേദികളിലും അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, നന്നായിട്ടുണ്ട് വളണ്ടിയേഴ്സ് ഉണ്ട്. അവരെല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ആരും നിർദ്ദേശിക്കുന്നു വേണ്ട, ഇതെന്റെ കർത്തവ്യമാണ് എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആഘോഷത്തിന്റെ
ആ ഒരു സന്തോഷം കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ്. ആർക്കും ഒരു മുഷിപ്പില്ലാതെ പോകുമ്പോഴാണല്ലോ ഒരു കല അതിന്റെ ആസ്വാദനത്തിന്റെ ഏറ്റവും പരകോടിയിലെത്തുക. പിന്നെ ജഡ്ജസ് മാനേജ്മെന്റ് ആണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ജഡ്ജസ് മാനേജ്മെന്റ് കേരളത്തിലെ പേരെടുത്ത പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അവരുടെ ഒരു വിധി നിർണ്ണയം ഈ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. അതിൽ നമ്മൾ ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും ആ പ്രോഗ്രാം കമ്മിറ്റി അതിലൊന്നും ഒരു ശുഷ്കമായിട്ടുള്ളൊരു സമീപനം സ്വീകരിച്ചില്ല. എവിടെ നിന്നാണോ ഏറ്റവും നല്ല കലാകാരന്മാർ കിട്ടുന്നത് ആ രീതിയിലാണ് ജഡ്ജസിനെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അവരെല്ലാം കൃത്യസമയത്ത് ഇന്നലെ തന്നെ വന്ന് തമ്പടിച്ചിട്ട് രാവിലെ അവർ നമ്മുടെ ഈ ആവേശം അവർ കൂടി ഏറ്റെടുക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് ഈ 5 ദിവസവും കലാമേള നല്ല രീതിയിൽ നടക്കുമെന്നാണ്. ഇപ്രാവശ്യത്തെ കലാമേള ദിവസം കൂടുതലുണ്ടോ എന്നൊരു എന്താണ് നമ്മൾ ഗോത്ര കലകള് ഏറെ വന്നു. ആദ്യമായിട്ട് ഉൾപ്പെടുന്ന കലകളായിട്ട് പോലും ഗോത്ര കലകൾ കൂടുതൽ വന്നു. അപ്പൊ അതിനായിട്ട് നമ്മളൊരു വേദി അഡീഷൻ ഉണ്ടാക്കണം. പിന്നെ എല്ലാ ഇനങ്ങളിലും മുൻ വർഷങ്ങളെക്കാളും കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. അതൊരുപക്ഷെ രക്ഷിതാക്കൾ ഈ കലാരംഗത്തേക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നുണ്ടായിരിക്കും. നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കൂടുതൽ വേദികൾ ഉണ്ടാക്കാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കിന് അധികം ആളുകളില്ല. അതിൽ നിന്ന് ഇപ്രാവശ്യം 2 വേദികളാക്കി സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കൂടുതലാണ്. അങ്ങനെ ഈ ക്ലാസിക്കൽ കലകളും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സിന്റെ കലകളും ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നങ്ങ്യാർകൂത്ത്, കഥകളി, ഓട്ടംതുള്ളൽ അതെല്ലാം പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതായത് 321 321 എണ്ണത്തിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത എന്നാണ്. അപ്പൊ പിന്നെ വേദികളുടെ എണ്ണം കൂടുതലെല്ലാം നിവർത്തിയില്ല. ഈ നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സാധാരണ അറബിക് സംസ്കൃത കലോത്സവത്തിൽ അന്ന് ജനറൽ വേദികൾ വെക്കാറില്ല. അന്നും ജനറൽ വേദികൾ തന്നെ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ റിട്ടേൺ കോമ്പറ്റീഷൻസിൽ അന്ന് നമ്മൾ വേദികളില്ല. അന്ന് ഇന്നലെ നടന്നത് 7 വേദികളിൽ അങ്ങനെയാണ്. അപ്പോൾ ഏകദേശം 8-9 വേദികൾ ഇപ്രാവശ്യം അഡീഷണൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. മത്സരാർത്ഥികൾ അത്രയും കൂടുതലുമാണ്. ഓക്കെ, സാറിന്റെ പേര്? ശിവദാസ് ആണ്, ഇൻചാർജ് ആണ്. എങ്ങനെ പോകുന്നു കലോത്സവത്തിന്റെ പ്രോഗ്രാം? അതാത് ദിവസത്തെ എല്ലാ എൻട്രികളും കയറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഈ റൂം ഇവിടുന്ന് ക്ലോസ് ചെയ്യാറുള്ളത്. പിന്നെ സർട്ടിഫിക്കറ്റ് അടക്കം അതാത് ദിവസത്തെ സർട്ടിഫിക്കറ്റ് അടക്കം എടുത്ത് പോകുന്നു. സ്കൂളിൽ നിന്നുള്ള എൻട്രി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി ഇവിടെ നടക്കുന്നതാണ്. അത് മുതൽ അങ്ങനെ പോയിട്ട് അവസാനം വരെ ഇതിൽ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്ന എല്ലാ അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സിലെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ട്. അത്രയും കാര്യങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകണ്ടേ? കുറെ കാലങ്ങളായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെൻഷനോ പേടികളൊന്നും. താങ്ക് യു സർ. പ്രോഗ്രാം കമ്മിറ്റിക്ക് വളരെ വലിയൊരു വിജയാശംസകൾ നേരുകയാണ്. കൂടുതൽ കരുത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ മറ്റു മത്സരങ്ങളിലേക്ക് നമുക്ക് കടക്കാം.